ഹലോ നമസ്കാരം, ഞാൻ റഹ്മാൻ. നമ്മളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ അടുത്തുള്ള മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നവരാണല്ലേ. ഒരു 10% പോലും നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്തോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചോ ഉപയോഗിക്കുന്നവരല്ല. എല്ലാം മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് നമ്മൾക്ക് പലതരം ജീവിതശൈലി അസുഖങ്ങളും വരുന്നുണ്ട്. മാർക്കറ്റിലെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ജീവിത ശൈലികളൊക്കെ ഭാഗമായിട്ട് ഇത്തരം അസുഖങ്ങളുടെ കീഴിലാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സമ്പത്തിനും ഗുണം നൽകുന്നതാണോ അതോ നശിപ്പിക്കുന്നതാണോ? ഞാൻ ഇതൊരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ റിയലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനി ചൂസ് ചെയ്തു. ആ കമ്പനിയുടെ പേര് മോദി കെയർ എന്നാണ്. ജസ്റ്റ് ഒരു കസ്റ്റമർ ആയാൽ തന്നെ 6 തരം ബെനിഫിറ്റ് നമുക്ക് തരാമെന്ന് പറയുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് നൽകുന്നതെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ഭാഗമായി പറയുന്നു, നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നുള്ളൂ. നമ്മൾ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്, ഹോസ്പിറ്റലുകൾ കൊണ്ട് ക്യാഷുകൾ ചൊരിഞ്ഞു കൊടുക്കുകയാണ്, പക്ഷേ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വീണ്ടും ഇത്തരം പ്രോഡക്റ്റുകൾ തന്നെയാണ്. പ്രൊഡക്റ്റുകളെ ABCD എന്ന് പറഞ്ഞ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലോക്കലിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് അനുയോജ്യമെന്ന് തോന്നി നമ്മൾ വാങ്ങിക്കുന്നത്. കാരണം MRPയിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. MRP കുറഞ്ഞതാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് മതി എന്ന് നിശ്ചയിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മോദി കെയർ ഏറ്റവും കുറഞ്ഞ MRPയിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ബെനിഫിറ്റായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 100% മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. ഇന്ന് ഒരാൾക്കും ഇത് എഴുതി ഒപ്പിട്ട് ഓരോ പ്രോഡക്റ്റിലും കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല, പ്രത്യേകിച്ച് നമ്മുടെ മാർക്കറ്റിൽ. കാരണം ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ റിട്ടേൺ തരാമെന്നുള്ള ഒരു ഉറപ്പും അവർക്കില്ല. എന്നാൽ ഈ കമ്പനി പറയുന്നു, നിങ്ങൾ ഉപയോഗിച്ച് 25% വരെ ഉപയോഗിച്ച് ഒരു മാസത്തിനുള്ളിൽ റിട്ടേൺ തരികയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ എമൗണ്ടും തിരിച്ചു തരാമെന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ അവർക്കൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് ഒരു ഒപ്പായിട്ട് ഓരോ പ്രൊഡക്റ്റിലും എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, മൂന്നാമത്തേന്ന് പറയുന്നത് എല്ലാ പ്രൊഡക്റ്റിനും 30% വരെ ഡിസ്കൗണ്ട് നൽകുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്, ലോക്കലിന് MRP പലതും ഇടാം, എന്നിട്ട് വില കുറച്ചൊക്കെ കൊടുക്കാം. പക്ഷേ പ്രീമിയം ക്വാളിറ്റി ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ₹1 പോലും MRP കുറച്ച് കിട്ടില്ല. ഉദാഹരണത്തിന് ഡോവ് സോപ്പോ അല്ലെങ്കിൽ പിയേഴ്സ് സോപ്പോ ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു പ്രീമിയം എന്ന് പറഞ്ഞ് നമ്മളെ മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഇത്തരം പ്രോഡക്റ്റുകൾക്ക് പോലും ഒരു പക്ഷേ എന്നില്ല MRPയിൽ കുറച്ച് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ 30% വരെ ഡിസ്കൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, നാലാമത്തെന്ന് പറയുന്നത് ഓരോ പർച്ചേസിൻ്റെ കൂടെയും 10% ഫ്രീ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഉദാഹരണത്തിന് ₹1000 പ്രൊഡക്റ്റാണ് നിങ്ങൾ മോഡി കെയർ ഷോപ്പിൽ നിന്ന് പോയി വാങ്ങിക്കുന്നതെങ്കിൽ ₹100 പ്രൊഡക്റ്റ്, അതും ക്വാളിറ്റിയുള്ള ലോക്കൽ പ്രൊഡക്റ്റുകളല്ല, ക്വാളിറ്റിയുള്ള ഇൻ്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഈ പ്രൊഡക്റ്റ് നമുക്ക് സ്വീകരിക്കാം. ഇന്ന് നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്നോ മറ്റിലൊക്കെ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു തീപ്പെട്ടി പോലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, നിങ്ങളിത് വാങ്ങിച്ചതിൻ്റെ ഭാഗമായിട്ടെന്നും പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ₹1000 ₹100 പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് അപ്പോൾ തന്നെ MRP അതിലും കൂടുതലുണ്ടാവും, ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് 7% to 16% വരെയുള്ളൊരു സബ്സിഡിയാണ്. നമുക്ക് ചില പ്രോഡക്റ്റിനൊക്കെ പണ്ട് സബ്സിഡി കിട്ടിയിരുന്നു. ഗ്യാസ് പോലെയുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത്, നമ്മുടെ വീട്ടിലേക്ക് ഗ്യാസ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു സബ്സിഡി വന്നിരുന്നു. ഇന്ന് അതില്ല. എന്നാൽ ഇവിടെ ഈ ഒരു കമ്പനിയിൽ ഇപ്പോഴും സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 7% മുതൽ 16% വരെ കൊടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഏകദേശം 16% മുകളിലുള്ള വ്യക്തിയാണ്. അപ്പോൾ എനിക്കൊരു പേസ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ₹70 കൊടുത്താണ് ഞാൻ ഈ കമ്പനിയിൽ നിന്നൊരു പേസ്റ്റ് വാങ്ങുന്നത്. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ ₹5 എൻ്റെ അക്കൗണ്ടിലേക്ക് സബ്സിഡി ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും സബ്സിഡി കൂടി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മേഖലയാണ് ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ മോഡി കെയർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നൽകുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സ് ആണ്. അത് എന്ന് പറയുന്നത് ലോയൽറ്റി എന്ന് പറയും.
6 മാസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 7ാമത്തെ മാസം നിങ്ങൾ എത്രയാണോ പർച്ചേസ് ചെയ്തത്, 6 മാസം പർച്ചേസ് ചെയ്തത് അതിൻ്റെ ഒരു ആവറേജ് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ 6 മാസം 3000 രൂപയുടെ പ്രൊഡക്റ്റ് വീതമാണ് വാങ്ങിക്കുന്നത് എങ്കിൽ 7ാമത്തെ മാസം നിങ്ങൾക്ക് 3000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇനി ലോയൽറ്റി പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് നിങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് ഈ 6 മാസത്തിൻ്റെ നെക്സ്റ്റ് ഒരു 3000 രൂപയും ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ വീണ്ടും ഒരു 3000 രൂപയും കൂടി നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊരു 3000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ആളുടെ. ഇനി 7000 രൂപ വരെയുള്ള പർച്ചേസിനാണ് നമുക്ക് ലോയൽറ്റി കിട്ടുന്നത്. അതായത് 6 മാസം 7000, ഒരു വർഷമാകുമ്പോൾ അടുത്ത 7000, അപ്പോൾ 14000 കിട്ടി. ഇനി ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു 7000 കൂടി അഡീഷണലായിട്ട് കിട്ടും. അങ്ങനെ 21000 രൂപയുടെ പ്രോഡക്റ്റ് നമുക്കൊരു വർഷം ഫ്രീ ആയിട്ട് ഈ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇത് പുറത്ത് മറ്റെവിടെയും കിട്ടാത്ത 6 തരം ബെനഫിറ്റുകളാണ്. തീർച്ചയായിട്ടും നല്ലൊരു തീരുമാനമെടുത്ത് ഈ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റുകൾ വാങ്ങി യൂസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ആരോഗ്യപരമായിട്ടും അതേപോലെ സാമ്പത്തികപരമായിട്ടും ഉള്ള വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അറിവല്ല, തിരിച്ചറിവാണ് പ്രധാനം. തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു കമ്പനിയുടെ പാർട്ടായിട്ട് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ നമ്മളും നമ്മുടെ കുടുംബക്കാരും നമ്മുടെ മക്കളും വാങ്ങി ഉപയോഗിക്കണം എന്നുള്ള ഒരാശയം മുൻനിർത്തി ഉപയോഗിച്ച് തുടങ്ങുക. താങ്ക് യു.